ഹായ് കൂട്ടുകാരെ, ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ 3 വർഷമായ ഒരു വഴുതനയാണ്. അപ്പോൾ ആ വഴുതന ഒരുപാട് കായ്ച്ചു. എനിക്കിതിൻ്റെ വിത്ത് വേറെ എന്താ പറയണ്ടേ, ഇത് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ തോരനൊക്കെ വെച്ചാൽ അധികം കുഴഞ്ഞു പോവുമോ അങ്ങനെയൊന്നുമില്ല. മെഴുക്കുവരട്ടി വെക്കാനൊക്കെ നല്ലൊരു തരം വഴുതനയാണിത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാനിത് നശിപ്പിച്ച് കളയാതെ, അതായത് ഒരുപാട് കായ്ച്ചെങ്കിലും ഞാനിത് വീണ്ടും പറിച്ച് കളയുമൊന്നും ചെയ്യാതെ ഇത് രക്ഷപ്പെട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ കമ്പൊക്കെ കോതി വിട്ടിട്ട് വീണ്ടും വളങ്ങളൊക്കെ കൊടുത്ത് ചെയ്ത് നോക്കിയതാണ്. അപ്പം ഞാനത് അങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ നല്ലപോലെ തളിർത്ത് വരുന്നതൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വളങ്ങളും ഒക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ തളിർത്ത് വന്നു, നല്ല ഉഷാറായി വളർന്നു വന്നിട്ട് ഇപ്പം കണ്ടോ, അത് നിറയെ വഴുതനങ്ങായും ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മളിതുപോലെ നമ്മുടെ വഴുതനയൊക്കെ കായ്ച്ച് മുരടിച്ചൊക്കെ പോവുകയാണെങ്കിൽ നമ്മളത് പറിച്ച് കളയൊന്നും വേണ്ട. ഇതുപോലെ അതിൻ്റെ കമ്പൊക്കെ ഒന്ന് കോതി വിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള നമ്മുടെ ചെറിയ ചെറിയ വളങ്ങൾ, അതായത് നമ്മുടെ കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം ആണെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നമുക്കിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ചോറ്, പിന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ ചാണകപ്പൊടിയൊക്കെ കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അതുപോലെ ഇത് കണ്ടോ, ഞാൻ നമ്മുടെ ചക്കമടലുണ്ടല്ലോ, ചക്കമടൽ ചെറുതാക്കി ഇങ്ങനെ കൊത്തിയിട്ട് ഇതുപോലെ ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പം നമ്മൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും അല്ലാതെ നമ്മൾ നനയ്ക്കുമ്പോഴും ഒക്കെ ആണെങ്കിലും ഇത് നല്ലതുപോലെ അഴുകി നല്ല വളമായിട്ട് മാറും. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ കുറച്ച് കരിയിലയും ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ മണ്ണൊക്കെ ആണെങ്കിലും നല്ല ഇളക്കം ഉണ്ടാകും. മണ്ണൊന്നും ഉറച്ചു പോകാതെ, മണ്ണൊരിക്കലും ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് ഉറച്ചു പോകരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക, മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് എത്ര മുരടിച്ചു പോയ വഴുതനയാണെങ്കിലും നമുക്ക് ഇതുപോലെ കായ്പ്പിച്ച് അതുപോലെ തളിർത്തൊക്കെ എടുക്കാനൊക്കെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പം ഞാനിത് പരീക്ഷണം ചെയ്ത് നോക്കിയതാണ്. ഇതെങ്ങനെയെങ്കിലും വീണ്ടും രക്ഷപ്പെടുത്തി എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പം നല്ലതുപോലെ തന്നെ കായും ഉണ്ടായി. അതുപോലെ ഒരെണ്ണമാണ് ഈ ഒരു വഴുതനയും. ഇതും അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ പറയണ്ടേ, കായ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇലയൊക്കെ അങ്ങ് മുരടിച്ചു പോയേ. അപ്പോൾ അതിന് ഞാൻ വീണ്ടും ഇതുപോലെ മറ്റ് ഇതൊന്നും ചെയ്യാതെ, കീടനാശിനികളൊന്നും ചെയ്യാതെ തന്നെ ഞാൻ ഇതുപോലെ ഇതിൻ്റെ കമ്പ് അങ്ങ് കോതി വിട്ടു. കമ്പ് അങ്ങ് കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, അതിൻ്റെ തൊട്ട് താഴെ നിന്ന് തന്നെ വേറെ കമ്പുകളൊക്കെ പൊട്ടി കിളിർത്ത് അത് നല്ല ഉഷാറായി തന്നെ വളർന്നു വന്നു. അതിന് ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ കരിയിലകളൊക്കെ ആണെങ്കിലും പൊടിച്ച് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും. അതുപോലെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടി ഇട്ടു. അങ്ങനെ നല്ല എന്താ പറയണ്ടേ, കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കും. അങ്ങനെ നല്ല ഉഷാറായ ഇലകളൊക്കെ കണ്ടോ, ഒന്നും പുഴിശല്യോ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല വലിപ്പത്തിലുള്ള ഇല. രണ്ടാമത് വന്ന ഇലകളൊക്കെ ആരും പറയില്ല, മുരടിച്ച ഇലകളൊന്നുമല്ല, നല്ല വലിപ്പമുള്ള ഇലകളും അതുപോലെ തന്നെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, കായിടാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ എന്താ പറയണ്ടേ, നമ്മൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മുടെ മുറ്റത്ത് ഇതുപോലെ ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ നമ്മൾ ചെയ്യുക. ഇതുപോലെ 2 വഴുതനയോ 2 വെണ്ടയോ 2 തക്കാളിയോ ഒക്കെ നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വരുമ്പോൾ നമുക്ക് ഓടിപ്പോയി 2 പറിക്കാൻ നമ്മൾ ഒരു കടയിലും പോകണ്ട. അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ എന്താ പറയണ്ട, അധികം നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. രാസവളങ്ങളൊന്നും ചേർക്കാതെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ്, അതൊക്കെ മെയിൻ വളങ്ങളാണ്. നമ്മുടെ കിച്ചണിലെ വേസ്റ്റൊക്കെ എടുത്ത് വെക്കുക. എന്നിട്ട് അതുകൊണ്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതും ഇതിൻ്റെ ചുവട്ടിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.